ഹൊക്കൂം എന്നൊരു ഹൊറർ സിനിമ കണ്ടു. ഒരു കിഡിലൻ ഹൊറർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമ പേഴ്സണലി എനിക്ക് തന്നത്. ഒരു റൈറ്റർ, ആ റൈറ്റർ ആളുടെ പാരൻസ് പണ്ട് താമസിച്ച കുറച്ച് ദിവസം താമസിച്ച ഒരു ഹോട്ടലിലോട്ട് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്. ആ ഹോട്ടലിൽ എത്തിയതിനു ശേഷം അറിയിക്കുകയാണ് ഒട്ടും ഫേമസ് ആവാത്ത ഒരു ഹണിമൂൺ സ്വീറ്റ് ഉണ്ടെന്ന്, ആൻഡ് ആ ഒരു സ്വീറ്റിൽ ഒരു വിച്ചു ഉണ്ടെന്ന്. പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു മെയിൻ കഥ. ഈ സിനിമ തുടങ്ങിയത് കുറച്ച് സ്ലോ ആണ്, കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് വരാൻ പോകുന്ന സംഭവം കുറച്ച് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു ഹോട്ടൽ എത്തിയതിനു ശേഷം പിന്നീട് കംപ്ലീറ്റ്ലി ടേബിൾസ് അങ്ങ് ടേൺ ആവും. പതിയെ പതിയെ ക്രീപ്പി മൊമെന്റ്സ് ആണെങ്കിലും ഡിസ്റ്റർബിങ് ഇൻസിഡൻസ് ആണെങ്കിലും വന്നു തുടങ്ങും. പിന്നീട് കംപ്ലീറ്റ്ലി ഒരു എൻഗേജിങ് മോഡിലാണ് പടം പിന്നീട് മുന്നോട്ട് പോകുന്നത്. 1.25 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു 1.25 മണിക്കൂർ നമ്മൾ ആ ഒരു ഹോട്ടലിൽ അകപ്പെട്ടൊരു ഫീൽ നമുക്ക് കിട്ടും. ആ ഒരു ക്യാരക്ടറിനൊപ്പം നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു അൺഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യും തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ. അങ്ങനെ നമുക്കൊരു അൺഈസിനെസ് തോന്നാനുള്ള ഏറ്റവും വലിയ കാരണം ഇതിന്റെ ആ ഒരു ക്രീപ്പി അറ്റ്മോസ്ഫിയർ, ആ ഒരു ഡാർക്ക് കോറിഡോഴ്സ്, ആ ഒരു ഹോണ്ടഡ് വൈബ്, ഇതെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഡയറക്ടർ ആണെങ്കിലും ഇതിന്റെ ടീം ആണെങ്കിലും അവർ ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ഗംഭീരമായിരുന്നു. ആ ഒരു ഹോട്ടൽ അവർ സെറ്റ് ചെയ്ത രീതി അത് ഇൻസെയിൻ തന്നെ പറയാൻ പറ്റും. അതേപോലെ ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ സൗണ്ട് ഡിസൈൻ, ഇതിന്റെ എഡിറ്റിംഗ് എല്ലാം ടോപ്പ് നോച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാരക്ടർ ആദ്യം നമുക്ക് ഒരു രീതിയിൽ നമുക്ക് കണക്ട് ആവില്ല. അത്രയും റൂഡ്, അത്ര അറഗന്റ് ആയ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, അത്ര ഒരു അറഗന്റ് റൈറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ പതിയെ പതിയെ ഓരോ ഇൻസിഡൻസും ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിലൂടെ കയറി വന്നതിന് ശേഷം ആളുടെ ക്യാരക്ടർ പതിയെ ഇവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ കണക്ട് ആവും. പിന്നെ ഇതിന്റെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡം സ്കോട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതിന്റെ സപ്പോർട്ടിംഗ് കാസ്റ്റ് ആണെങ്കിലും സോളിഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഏതായാലും ഹൊറർ ഫാൻസ് ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഇതൊരു പ്രോപ്പർ സൂപ്പർ നാച്ചുറൽ വിച്ച് ഹൊറർ ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.